അപ്പോൾ ഏതൊരു നന്മ ചെയ്യുന്ന ആളുകൾക്കും പിശാചിൻ്റെ തടസ്സമുണ്ടോ? ഇതിപ്പോൾ 10 പൈസ ദാനം ചെയ്യാതെ സക്കാത്തും കൊടുക്കാതെ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ എൻ്റെ കച്ചവടം അടിച്ചടിച്ച് കയറണേ, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേ സമയത്ത് കൃത്യമായി സക്കാത്ത് കൊടുത്ത് റായത്തായി ആരെങ്കിലും വന്നാൽ മടക്കി പറഞ്ഞേക്കാതെ പൈസ എല്ലാം എൻ്റെ കയ്യിൽ നിന്നാണ്, ആരെപ്പം അങ്ങോട്ട് പൈസ വെച്ച് തിന്ന് പോയിക്കോളെന്ന് പറഞ്ഞാൽ അങ്ങനെയും ഹോട്ടലിൽ ഒരാൾ വന്നു, അയാളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞോട് ആരെപ്പം അങ്ങോട്ട് പൈസ വെച്ച് തിന്ന് പോയിക്കോളി അങ്ങനെ പറയുന്നവൻ്റെ അതിന് തടസ്സേ ഉണ്ടാകും. അവിടെയാണ് നമുക്കൊക്കെ നഷ്ടം പറ്റുന്നത്. എവിടെ റബ്ബിനെ കിട്ടുക? റബ്ബിൻ്റെ ദീനിൽ ചോറച്ചൊക്കെ റബ്ബിനെ കിട്ടുക. അത് കഷ്ടമാണ്. അത് കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. അത് കഷ്ടമാണ്. അത് കഷ്ടം തന്നെയാണ്. അത് കഷ്ടം തന്നെയാണ്. ഭയങ്കര കഷ്ടമാണ്. മനസ്സിലോട് പറഞ്ഞ തന്നെ അത് തന്നെ. ഞാനും ഇന്നലത്തെ ഞാൻ അമാനത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു, എൻ്റെ അയൽവാസി പെണ്ണിനെ എൻ്റെ കൂടെ ദുബായിലേക്ക് ഒരു കുടുംബം പറഞ്ഞയച്ചു. ഓളെ ഭർത്താവ് എൻ്റെ അയൽവാസി ദുബായിലെ എയർപോർട്ടിൽ കാത്തിട്ടുണ്ട്. ഇവളാകട്ടെ അതിസുന്ദരിയായ പെണ്ണാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒപ്പാണ് സീറ്റ്. നിനക്കോ എൻ്റെ ഭാര്യ സുന്ദരിയോ അല്ല, ഇവൾ അതിസുന്ദരിയായ പെണ്ണാണെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ ജിഹാദ്. അവിടെ നിനക്ക് ജിഹാദ് ചെയ്ത് അവിടെ നിന്റെ എതിരാളി നിന്റെ ശൈത്താൻ അവിടെ നിന്നെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. لحضراته العليا وعطى ونيفا فهو أول التوحيد أول قابل تجلي ذات الحق زحزاح رفرفا وأول موجود وأول خادم وأول مخدوم أطيع وأتحفا وأول مذكور وأول ذاكر وأوفى لنا خرقا سريا مشرفا فأعطى لكل الخلق كل فواضل وأعطى لأهل الفضل فضلا ونفنفا به بان سر الكائنات فآدم فنوح فإبراهيم فالكل أتحفا فموسى فعيسى ثم حبي محمد به يتحف حمل الأمانات والوفا وما لي من خير الأنام محمد سوى ظله ما الظلال مثقفا. കഫാനി എനിക്ക് മതിയാക്കി തന്നു, എന്നെ പരിഹരിച്ചു തന്നു. ഷുറൂറൽ ജിന്നി ജിന്നുകളുടെ ഷർറിനെ, വൽ ഇൻസി ഇൻസുണ്ടാക്കുന്ന ഷർറിനെയും, മൻ ഒരു അല്ലാഹു ഒരു റബ്ബ്. കഫാനി എനിക്ക് മതിയാക്കി തന്നു, എനിക്ക് പരിഹരിച്ചു തന്നു എന്ന അർത്ഥത്തിൽ. ഷുറൂറൽ ജിന്നി ജിന്നുകളുടെ ഷർറിനെ, വൽ ഇൻസി ഇൻസിൻ്റെയും, മൻ ഒരാൾ, അതായത് അല്ലാഹു. നഫ അവൻ ഇല്ലാതെയാക്കി, ദുജൽ ബഗി അക്രമത്തിൻ്റെ ഇരുട്ടിനെ, വൽ അസ്വാ ചീത്തകളുടെയും ഇരുട്ടിനെ, പിന്നൂരി മുസ്തഫ നബിയെ നൂറിനെ മാനവ സമൂഹത്തിന് നൽകിക്കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഫാനി ശുറൂറൽ ജിന്നി. ഇവിടെ ജിന്നുകൾ എന്ന് പറയുന്നത് ഇതിലൊരു ഉള്ളുണ്ട്. ഏതൊരു നന്മ ചെയ്യുമ്പോഴും ആ നന്മക്ക് എതിരാളികളുണ്ടാവും. ആ എതിരാളികൾ രണ്ടു കൂട്ടരും എതിരാളികളായിരിക്കും. ജിന്നുകൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിശാചുക്കളെയാണ്. ജിന്നുകളിൽ തന്നെ സ്വാലിഹ്യങ്ങളുണ്ട്, അവരല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷെറ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്വാലിഹ് എന്ന് പറയേണ്ട ആവശ്യമില്ല, മോശപ്പെട്ടവർ. ഷുറൂറൽ ജിന്നി അഥവാ പിശാചുക്കൾ. ഷെയ്ത്താൻ എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ ജിന്ന് എന്ന് പറഞ്ഞത്. എല്ലാ ജിന്നും പക്ഷെ വർഗം ഒന്നാണ്. അതിൽ മോശപ്പെട്ടവർ പിശാചുക്കളാണ്. അവർ ഷെറും ഉണ്ടാക്കും, എല്ലാവർക്കും ഉണ്ടാക്കും. പലത്തിനും ഉണ്ടാക്കും, പലത്തിനും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചില അത്തറുകൾ പിശാചിന് ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇനി പറയില്ല, ഒറ്റ പറഞ്ഞു.
കഴിഞ്ഞു, അതിൻ്റെ സമയം കഴിഞ്ഞു. ശരി, ഈ സാധനം ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെച്ചാൽ എടുത്തുവെക്കും. യാത്രയിൽ കൊണ്ടുപോകാൻ വേണ്ടി കീശയിലിടാൻ വേണ്ടി ചെറിയ കുപ്പിയാണ് എടുത്തു വെക്കും. എടുത്തു വെച്ച് കാറ് കയറി യാത്ര തുടങ്ങിയിട്ട് ഓർമ്മ വരുള്ളൂ. അപ്പം ഇത് ഷർമ്മ. ഓനത് തേക്കണ്ട. ആരാണത് മറപ്പിക്കുക? ഇല്ല ഷൈത്വാനു അൻ അദ്കുറഹു. ആരാ ഇത് പറയുന്നത്? ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? ശംവീൽ, ശാമുവേൽ പ്രവാചകൻ, ബൈബിളിലുള്ള ശാമുവേൽ പ്രവാചകൻ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മൂസാ നബിയുടെ കൂടെ പോയ ആളാണ് ശംവീൽ. ശംവീലാണിത് പറയുന്നത്. ശംവീൽ പറയാൻ ഞാനത് നിങ്ങളോട് പറയാൻ വിട്ടുപോയി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഉണ്ടായിരുന്ന മത്സ്യം പെട്ടെന്ന്, ചത്ത മത്സ്യം വെള്ളത്തിലേക്ക് ചാടി. പിന്നെ ആ വെള്ളത്തിൽ ചാടിയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചെങ്കിൽ, പിന്നെ ആ മത്സ്യം അങ്ങോട്ട് ജീവനോ ഉള്ളതുപോലെ ജീവനായി, അതിന് ജീവൻ വന്നു. പിന്നെ അതങ്ങോട്ട് പോയി. അവിടെ ഒരു വെള്ളത്തിലൊരു മാളം പോലെ നിൽക്കുകയും ചെയ്തു. ഒരാൾക്കതിൽ അങ്ങനെ ഇറങ്ങിപ്പോകാവുന്ന ഒരു വിടവുണ്ടായി. ഇതൊക്കെ അത്ഭുതമാണല്ലോ. അപ്പോൾ മൂസാ നബി ഉറങ്ങാണ്. ഇതൊക്കെ ശംവീൽ നേരിട്ട് കണ്ടു. ഉണർന്നാൽ ഉടനെ നിങ്ങളോടിത് പറയണമെന്നും എനിക്കുണ്ട്. ഇത് പറയൂലേ? അവരുടെ തൊട്ട് മുന്നിൽ എന്തുണ്ട്? ബഹർ. ബഹറിന്റെ മുന്നിൽ പാറപ്പുറത്ത് ഉറങ്ങാണ് ആര്? സയ്യിദുനാ മൂസ. ശംവീൽ ഉണർന്നിരിക്കുകയാണ്. ഭക്ഷണം പൊതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരുടെ കയ്യിൽ? ശംവീലിന്റെ മുന്നിൽ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആ ഭക്ഷണത്തിൽ ചത്ത അതായത് ചുട്ടെടുത്ത മത്സ്യമുണ്ട്. ചത്ത മത്സ്യം ജീവനില്ലാതെ ഉപയോഗിക്കുക. ചുട്ടെടുത്ത മത്സ്യമുണ്ട്, അപ്പമുണ്ട്. അതിനിടയിലാണ് ഈ ചുട്ടെടുത്ത മത്സ്യം എന്തായിപ്പോയത്? വെള്ളത്തിൽ കയറിയത്. അങ്ങനെ ന്യായമേ ഇല്ല. ചുട്ടെടുത്ത മത്സ്യം വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ എന്ത് ന്യായമുള്ളത്? എന്നിട്ട് അതിൻ്റെ പുറമെ അത് പിന്നെ അങ്ങോട്ട് പോയി, ബഹറിലൂടെ പോയി. അത് പോകുന്ന വഴി അത്രയും എന്തുണ്ടായി? അതായത് വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറിക്കൊടുത്തു. അപ്പൊ ഒരു അത്ഭുതമാണ് ആ സംഭവം. അത്ഭുതം. ഈ അത്ഭുതം തൊട്ട് മുന്നിലുണ്ട്. മൂസാ നബി ഉണർന്നാൽ ഇത് പറയണമെന്നും ആർക്കുണ്ട്? ശംവീലിനുണ്ട് അലൈഹിസ്സലാം. പക്ഷെ ഉണർന്നപ്പോൾ പോവല്ലേ എന്ന് പറഞ്ഞു. എന്നാ പോവാന്ന് പറഞ്ഞു. അത് പോയി. പിന്നീട് കുറെ ദൂരം ചെന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാലോ എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് ഓർമ്മ വരുന്നത്? അതിന് ഭക്ഷണത്തിന് മത്സ്യം ഇപ്പം അവിടെ പോയല്ലോ. അപ്പോൾ ശംവീൽ പറയുന്ന വാക്കാണ് വമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറ. അതിനെ മറപ്പിച്ചത് ആര് മാത്രം? പിശാച് മാത്രം. പിശാച മറപ്പിച്ച്. എന്താ അവിടെ പിശാച് മറപ്പിക്കാൻ കാരണം? അപ്പൊ തിരിച്ചു വന്നു. അതിന് കാരണമുണ്ട്. എന്ത്? അവിടെയാണ് ആരുള്ളത്? ഖളർ. അതിലൂടെ ഇറങ്ങിപ്പോയാൽ ആരെ കാണാൻ കഴിയും? ഖളറിനെ തെറ്റിച്ചു. ഇതവിടെ വെച്ച് തന്നെ മൂസ അലൈഹിസ്സലാം കണ്ടിട്ടുണ്ടെങ്കിൽ മൂസാ നബിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇവിടെ തന്നെയായിരിക്കും ആളുകൾ, അവിടെ ഇറങ്ങും. അപ്പോൾ ഒരു മിനിറ്റെങ്കിൽ ഇവർക്കറിയാം മൂസ അത് കണ്ടുപിടിക്കും അലൈഹിസ്സലാം. അപ്പൊ പരമാവധി എന്ത് ചെയ്യാം? നേരം വൈകിക്കാം. ബൈ ചാൻസ് എന്നാ പോട്ടെ എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാറ്. പോയാലോ അത്രയും ഇവർ തമ്മിൽ സമാഗമം നടക്കാതെ വന്നാൽ അത് പിശാചിനല്ലാണ്. ഈ സമാഗമം നടന്നതുകൊണ്ട് ലോകാവസാനം വരെയുള്ള കോടാനക്കോടി ജനങ്ങൾ അതിൻ്റെ അസ്റാറുകൾ ഉപയോഗിച്ചു എന്ന് രഹസ്യങ്ങൾ മനസ്സിലാക്കി. ഈ റമദാനിൽ നമ്മളത് വെച്ച് വലിയ ചർച്ചകൾ നടത്തി. ഇനിയുണ്ട്, ഇനിയും വരാൻ പോകുന്നുണ്ട്. തുടങ്ങിയിട്ടില്ല, തുടങ്ങും. നിങ്ങളൊന്ന് ഒരുങ്ങിയാലേ തുടങ്ങുള്ളൂ, കളിക്കുടങ്ങും. കാരണം അത്രയും ബലപ്പെട്ട വിവരങ്ങളാണ്. നിങ്ങൾ ആരടുത്ത് പോയാലും ആ വിവരങ്ങൾ കിട്ടൂല. അങ്ങനത്തെ വിവരം ഞാൻ പറയാം. അതിൻ്റെ അടുത്ത് ഞാൻ വലിയ ആളാണെന്നല്ല,
ഒന്നല്ല. ആരടുത്ത് പോയാലും എന്ന് പറഞ്ഞാൽ ഒരാളടുത്ത്, അതായത് അതിൻ്റെ ഒരു അർത്ഥം ഒരാളടുത്ത് പോയാൽ കിട്ടൂല എന്നുമല്ല, അങ്ങനത്തെ ഒരാളടുത്തൊന്നും നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ എത്തൂല എന്നാണ് ഈ വിവരം. ഇനി ഒരാളെടുത്തില്ല എന്നല്ല, സാധാരണ മൂല്യരെടുത്ത് പോയാൽ കിട്ടൂല. അങ്ങനത്തെ ചില വിവരങ്ങൾ ഞാൻ അൽക്കഫിന്ന് മുങ്ങിയെടുത്ത് ഈ കൊല്ലം തന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഇനി തരാനുണ്ട്. ഒരു സാധാരണ തഫ്സീർ അതൊരു തഫ്സീറിലുള്ള വിവരവുമല്ല, ഒരു തഫ്സീർ വായിച്ച് പറഞ്ഞതുമല്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്? തഫ്സീർ വായിച്ച് പറഞ്ഞല്ല, തഫ്സീർ അവസാനിക്കുന്നോ ഇല്ല. ഏതാ തഫ്സീർ? തഫ്സീർ അവസാനിക്കണില്ല. ഖുൽ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫദൽ. തഫ്സീർ ഒരിക്കലും അവസാനിക്കില്ല. ഇനി അത് നിങ്ങൾക്ക് അറബിയിൽ എഴുതി വെച്ചിട്ട് ഒരു തഫ്സീറാക്കാം, അത്രയേ ഉള്ളൂ. അത് ഇക്കൊല്ലത്തെ അൽക്കഫിൻ്റെ വ്യാഖ്യാനങ്ങൾ 8 ആമുഖല്ലേ പറഞ്ഞ്? ഇനിയുണ്ട് ആമുഖം, എപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട് ആമുഖങ്ങൾ. അത് കേട്ടവൻ ഭാഗ്യക്കാരനാണ്. ഇക്കൊല്ലത്തെ അൽക്കഫിൻ്റെ വ്യാഖ്യാനങ്ങൾ കേട്ടവൻ ഭാഗ്യശാലിയാണ്. ആവർത്തിച്ച് കേട്ടവൻ വീണ്ടും വീണ്ടും കേൾക്കണം. ഞാൻ അൽക്കഫ് തുടങ്ങും, അതിൻ്റെ ആമുഖം കഴിഞ്ഞിട്ടില്ല, 8 ആമുഖം കഴിഞ്ഞു. ഇനി അപ്പം ഈ രഹസ്യങ്ങളെല്ലാം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ രഹസ്യം അവരുടെ സമാഗമത്തിലൂടെയാണല്ലോ ലോകത്തിന് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിനേക്കാൾ വലിയ രഹസ്യം വേറൊരാൾക്ക് കിട്ടും. നമ്മളൊന്നും അല്ലാത്ത നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ എന്തൊക്കെ ആയ ആളുകൾക്ക് എന്തൊക്കെ കിട്ടും, അതിൽ നിന്നൊക്കെ ലോകം ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇവിടെ തടയാനും ശ്രമിച്ചു. ആര്? പിശാച്. അപ്പോൾ ഏതൊരു നന്മ ചെയ്യുന്ന ആളുകൾക്കും പിശാചിൻ്റെ തടസ്സമുണ്ടാവും. ഇതിപ്പോൾ 10 പൈസ ദാനം ചെയ്യാതെ സക്കാത്തും കൊടുക്കാതെ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ കച്ചവടം അടിച്ചടിച്ച് കയറണേ, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേ സമയത്ത് കൃത്യമായി സക്കാത്ത് കൊടുത്ത് റായത്തായി ആരെങ്കിലും വന്നാൽ മടക്കി പറഞ്ഞേക്കാതെ പൈസ എല്ലാം എൻ്റെ കയ്യിൽ നിന്നാണ്, ആരെപ്പങ്ങളോട് പൈസ വെച്ച് നിങ്ങൾ തിന്നു പോയിക്കോളിന്ന് പറഞ്ഞാൽ, അങ്ങനെയും ഹോട്ടലിൽ ഒരാൾ വന്നു, അയാളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞോട് ആരെപ്പങ്ങളോട് പൈസ വെച്ച് തിന്നു പോയിക്കോളി, അങ്ങനെ പറയുന്നവൻ്റെ അതിന് തടസ്സേ ഉണ്ടാകും. ഇജവളെ തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ പിശാചിന് ലാഭങ്ങളുണ്ട്. എന്താ ലാഭം? ഓനെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കക്കും, അപ്പോഴും പിശാചിന് ലാഭമാണ്. മനസ്സിലാണല്ലോ പറഞ്ഞത്? ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 ആളെ മുന്നിൽ പോയിട്ട് ഓൻ എരന്നാലും ഓൻ മാനം കെടും. അപ്പം ഇവനും ആദ്യം മാനം കെടുന്നതും ആർക്കിഷ്ടമാണ്? പിശാചിന് ഇഷ്ടമാണ്. പിശാച് എന്ത് കളിയും കളിക്കും. നമ്മളെ മാനം കെടുത്തലാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എൻ്റെ ഹോട്ടൽ അവിടെ തുറക്കാൻ പാടില്ല. നിങ്ങളൊരു ഹോട്ടൽ തുറന്നാൽ നിങ്ങൾ 3-മൂന്നാമത്തെ മാസം നിങ്ങൾ പൂട്ടേണ്ടി വരും. അതേസമയത്ത് നിങ്ങൾ കള്ളുഷാപ്പ് തുറന്നാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ കള്ളുഷാപ്പ് തുറന്ന് നോക്കി, പൂട്ടൂല, ഒരിക്കലും പൂട്ടൂല. എന്തുകൊണ്ട്? അത് ഓൻ്റെ സ്ഥാപനമാണ്. ആരുടെ? പിശാചിൻ്റെ. അപ്പം അതിനും ഷെറുണ്ടാക്കൂല. ഏതൊരു നന്മക്കും പിശാച് ഷെറുണ്ടാക്കും. അതേതെന്ന് ചോദിക്കേണ്ട ഏതും. ഇപ്പം പഞ്ചായത്ത് ഉദ്യോഗസ്ഥനാണ്, പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ. അവിടെ ഒരു മാന്യമായി കൈക്കൂലി വാങ്ങാതെ നല്ല നിൽക്കാണ് നിൽക്കണമെങ്കിൽ അവിടുത്തെ ഷെറ് സഹിക്കാൻ കഴിയൂല. പിന്നെ ഷെറ് ഒതുക്കാൻ നല്ലത് കൈക്കൂലി നമ്മളുമാണ് വാങ്ങുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അങ്ങനെയാണ്. കേറിയിരിക്കും മോനെ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? വളരെ ഇതൊക്കെ ഗൗരവമായി ചിന്തിക്കണം. അവിടെയും പിടിച്ചിക്കണം, എന്നാലും കൈക്കൂലി വാങ്ങരുത്. അപ്പം എനിക്കത് മതിയാവും. ഇത് ലൈലത്തുൽ ഖദറിൽ കൂടുന്നേക്കാൾ നല്ലത് എനിക്ക് കൈക്കൂലി വാങ്ങാതെ ഒരു ഓഫീസ് പിടിച്ചിക്കലാണ്. എങ്കിൽ എനിക്ക് 1000 ലൈലത്തുൽ ഖദറിൻ്റെ കൂലിട്ടു. ഇതാര് പറഞ്ഞു? റഹ്മത്തുള്ള പറഞ്ഞു, എഴുതിച്ചാളി. അങ്ങനെ റഹ്മത്തുള്ള പറഞ്ഞിട്ടുണ്ട്. 1000 ലൈലത്തുൽ ഖദർ കിട്ടുന്നതിനേക്കാൾ നല്ലത് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ നടുവിൽ കൈക്കൂലി വാങ്ങാത്തൊരു മുഅ്മിനായി നീ ജീവിക്കലാണ്.
അതിന് ഒരു ലൈലത്തുൽ ഖദറിന് 1000 മാസത്തിനേക്കാളല്ലേ കൂലി കിട്ടുക. ഇതിന് 1000 ലൈലത്തുൽ ഖദറിനേക്കാൾ കൂലി കിട്ടും. പക്ഷെ എനിക്ക് കഴിയൂല. കഴിയുകയാണെങ്കിൽ അത്രയും മുജാഹദ, അത് ഭയങ്കര കഷ്ടപ്പാട്. കഷ്ടം എന്നുള്ള കഷ്ടം, മനസ്സിലായില്ലേ? ആ ഓഫീസിലെ ഒരുത്തൻ മോട്ടോർ സൈക്കിളിൻ്റെ ബാക്കിൽ ആരുമില്ല എങ്കിൽ പോലും ഈ ബസ് എത്തിക്കുകയാണെങ്കിൽ എന്നെ കയറ്റൂല. അവിടെ നിന്നോ വലിയ ആളല്ലേ, അതായിരിക്കും നയം. പറഞ്ഞത് നിങ്ങൾ മനസ്സിലായി, അന്തത്തോടു കൂടി ജീവിക്കണം. ഇത് ലൈലത്തുൽ ഖദറിനെ അല്ല തേടേണ്ടത്, ഇത് റബ്ബിനെയാണ്. റബ്ബാണല്ലോ ലൈലത്തുൽ ഖദർ കൊടുക്കുന്നത്. അത് ഓൻ്റെ ഇഷ്ടം നോട്ട് എനിക്കെന്തൊരു ബേജാറാണ്. നിങ്ങൾ തിരിഞ്ഞില്ല, നിങ്ങളൊക്കെ ലൈലത്തുൽ ഖദർക്ക് കുട്ടി കുത്തിരിക്കല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റബ്ബിനാണ് കിട്ടുന്നത്. ലൈലത്തുൽ ഖദർ കിട്ടിയാലും വേണ്ടിയില്ല, കിട്ടിയാലും എനിക്ക് റബ്ബിനെ കിട്ടണം. റബ്ബിനെ കിട്ടിയ നിർത്താൻ ലൈലത്തുൽ ഖദർ. അവിടെയാണ് നമുക്കൊക്കെ നഷ്ടം പറ്റുന്നത്. എവിടെ റബ്ബിനെ കിട്ടുക? റബ്ബിൻ്റെ ദീനിൽ ചോറച്ചൊക്കെയാണ് റബ്ബിനെ കിട്ടുക. അത് കഷ്ടമാണ്. അത് കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. അത് കഷ്ടമാണ്, അത് കഷ്ടം തന്നെയാണ്, അത് കഷ്ടം തന്നെയാണ്, ഭയങ്കര കഷ്ടമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത് തന്നെ, അത് തന്നെ. ഞാനും ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ അമാനത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു, എൻ്റെ അയൽവാസി പെണ്ണിന് എൻ്റെ കൂടെ ദുബായിലേക്ക് ഓലെ കുടുംബം പറഞ്ഞയച്ചു. ഓളെ ഭർത്താവ് ആയ നിൻ്റെ അയൽവാസി ദുബായിലെ എയർപോർട്ടിൽ കാത്തിട്ടുണ്ട്. ഇവളാകട്ടെ അതിസുന്ദരിയായ പെണ്ണുമാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒപ്പാണ് സീറ്റ്. നിനക്കോ നിൻ്റെ ഭാര്യ സുന്ദരിയോ അല്ല. ഇവൾ അതിസുന്ദരിയായ പെണ്ണാണെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ ജിഹാദ്. അവിടെ നിനക്ക് ജിഹാദ് ചെയ്ത് അവിടെ നിൻ്റെ എതിരാളി, നിൻ്റെ ശൈത്താൻ അവിടെ നിന്നെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. എന്താ പണി? ഏറ്റവും ചുരുങ്ങിയത് ഓളക്കാലിൻ്റെ തുടയിലേക്ക് നിൻ്റെ തുട മുട്ടുന്ന കോലത്തിലൊന്നിരുന്ന ആളാ. അതിന് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവിടെയും സൂക്ഷിച്ചു. അവളെ തോണ്ടിയില്ല, എന്നാലും സ്വാഭാവികമായി അടുത്തിരിക്കുമ്പോൾ മുട്ടുമല്ലോ. അടുത്തിരുന്നവള ഒരാൾ ഉറങ്ങിയിട്ട് എൻ്റെ നെഞ്ചിലേക്ക് വീഴുമല്ലോ. അപ്പം എനിക്ക് ചേർന്നിരിക്കാലോ. നിനക്കും വേണമെങ്കിൽ ഉറക്കം നടിച്ച് ഓളം നെഞ്ചിലേക്ക് വീഴാലോ, അങ്ങോട്ടും വീഴാലോ. ഉറക്കല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതിന് മുജാഹദത്ത് വേണം. ഇത് പണിയാണ്. അവിടെ സൂക്ഷിച്ചാൽ അനക്കട 1000 ലൈലത്തുൽ ഖദറിനേക്കാളും കൂലി കിട്ടും. ലൈലത്തുൽ ഖദറിന് ഈ ടോർച്ചെടുത്ത് പറഞ്ഞാൽ അനക്ക് ഒലക്ക കിട്ടും. ഒലക്ക സൗകര്യമുള്ളവർ വന്നാൽ മതി. എല്ലാവർക്കും ഉള്ള ക്ലാസ് അല്ലത്, സൗകര്യമുള്ളവർക്കുള്ള ക്ലാസ്സാണ്. അവിടെ ഇവിടെ മനസ്സിലായില്ലേ? എല്ലാ പിത്തനെയും പ്രസാദും ഒരു മനുഷ്യനെ മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം പറഞ്ഞേക്കാൻ പറ്റൂല. അങ്ങനത്തെ ഈ ലൈലത്തുൽ ഖദർ പാഞ്ഞിട്ട് എന്തിട ചങ്ങായി കാര്യം? ഈ ലൈലത്തുൽ ഖദറും ഇല്ല, ഒന്നുമില്ല. ഈശ നിസ്കരിച്ച കടന്നോ റമദാൻ മുഴുവനും. പക്ഷേ എന്നെ വിശ്വസിക്കാൻ പറ്റും എങ്കിൽ അനക്കല്ലേ ലൈലത്തുൽ ഖദർ. അള്ളാഹു പഠിച്ചോനാരെ പൊട്ടനോ? നമ്മൾ ഇന്നീ പറഞ്ഞ പടച്ചോനൊരു പൊട്ടനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ബലവന്മാരായിട്ട് എല്ലാം കുത്തിത്തിരിപ്പൊക്കെ ഒപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ലൈലത്തുൽ ഖദർ. അപ്പുറത്ത് തറാവിയൊന്നും നിസ്കരിക്കണില്ല ഒരുത്തൻ, പക്ഷെ കൈക്കൂലി ആകൂല. ഓനൊരാളെ ചതിക്കൂല, ഓന് ആരാൻ്റെ പെണ്ണിനെ നോക്കൂല, ഓൻ അർഹതപ്പെടാത്തൊരു മുതൽ വാങ്ങൂല, ഓനൊരു അന്യസമുദായക്കാരനോട് കൊണ്ട് ഇസ്ലാമിനെ പറ്റി കുറ്റം പറയിപ്പിക്കാൻ അവസരം ഉണ്ടാക്കൂല. പക്ഷേ ഓൻ ഫർള് നിസ്കരിക്കുള്ളൂ, സുന്നത്ത് നിസ്കരിക്കൂല. എങ്കിൽ ഇവനല്ലേ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ അള്ളാഹിൻ്റെ കോടതിയിലെത്തിയാൽ എൻ്റെ ലൈലത്തുൽ ഖദർ പരിശോധിക്കാൻ പറയും മലക്കുകളോട്. മറ്റവനോട് കയറിക്കോറയും ഹിസാബില്ലാതെ
എന്തുകൊണ്ട്? ഇയാണ് ആരുടെ ആള്? അള്ളാൻ്റെ ആള്. അതിന് പിശാച് സമ്മതിക്കൂല, അതിന് പിശാച് സമ്മതിക്കൂല. എൻ്റെ വാപ്പ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് KSEB-യിൽ അപേക്ഷ കൊടുത്തു. അപ്പോൾ ഓവർസിയർ നോക്കാൻ വേണ്ടി വന്ന് അതിലെന്ത് എഴുതി കുത്തി ഒക്കെ പോയി. അപ്പോൾ പിറ്റേന്ന് ബാപ്പാനോട് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ഇയാളാണ് ഭയങ്കര ശുദ്ധനായ, അയാൾ പേര് ബാലകൃഷ്ണനോ രാമകൃഷ്ണനോ, ശുദ്ധനായ മനുഷ്യനാണ്, ശുദ്ധൻ. ബാപ്പാനെറ്റി ഇതൊക്കെ എഴുതി കൊടുത്തതിൻ്റെ ഇടയിൽ മഴ പെയ്തു, അയാൾക്ക് കുടയില്ല. അപ്പം വീട്ടിലൊരു കുട എടുത്ത് ബാപ്പ അയാൾക്ക് കൊടുത്തു. ബാപ്പ പറഞ്ഞു ഞാൻ അത് നിങ്ങൾ കൊണ്ടുവരണ്ട, ഇവിടെ കുട വേറെയുണ്ട്. അപ്പോൾ പറഞ്ഞു അത് പറ്റൂല, നാളെ കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ ഞാൻ അത് കൊണ്ടുപോകുള്ളൂ. എനിക്ക് അത്യാവശ്യം കുട വാങ്ങാനും അതിനൊക്കെയുള്ള ശമ്പളം സർക്കാർ തരുന്നുണ്ട്. എനിക്ക് ഒരാളും ഒന്നും തരേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തത് എൻ്റെ ഡ്യൂട്ടിയാണ്. ആര് പറയാ? 5ാം ക്ലാസ്സിൻ്റെയും 1ാം ക്ലാസ്സിൻ്റെയും മദ്രസക്ക് പോകാത്ത രാമകൃഷ്ണൻ പറയാം. നിങ്ങൾ നാളെ വരി, എന്തെങ്കിലും ഒന്ന് കൈ പിടിച്ചോളൂ, എൻ്റെ കാര്യം പ്രശ്നമല്ല. അസീസിനെ നിങ്ങൾക്ക് അറിയാലോ, ഒന്നും കൊടുക്കാതെ ഒപ്പിട്ട് തരില്ല. മനസ്സിലായില്ല? അപ്പോൾ KSEB-യിലെ ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ? അബ്ദുൽ അസീസ്. അസീസ് എന്ന് അവനെ വിളിക്കുക, പഠിച്ചോൻ്റെ പേരാ. മനസ്സിലായില്ല? യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസു യാ സലാമു യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസ്. ആരുടെ പേരാ? അള്ളാൻ്റെ പേരാ. അവനെ അസീസെ എന്ന് വിളിക്കുക. നമ്മൾ അങ്ങനെ തന്നെയല്ലേ വിളിക്കുക. അബ്ദുൽ അസീസിനെ നമ്മൾ വിളിക്കൽ എന്താണ്? അസീസെ എന്ന് വിളിക്കും. അപ്പോൾ ബാപ്പാനോട് ഇയാൾ പറയാണ്, അസീസിനെ നിങ്ങൾക്ക് അറിയാലോ, ഒന്നും കൊടുക്കാതെ ഒപ്പിട്ട് തരില്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് ആവശ്യമുള്ളതൊക്കെ സർക്കാർ തരുന്നുണ്ട്. അസീസിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, ആചാര്യ എന്തെങ്കിലും നിങ്ങൾ കൈ പിടിച്ചോ വേണ്ടിട്ടോ. എങ്ങനെയുണ്ട്? ആര് പറയാം? കാലാശ്രം പറയാം. അസീസ് 10ാം ക്ലാസ് മദ്രസ പാസ്സായ ആളുമായിരിക്കും. എൻ്റെ 10ാം ക്ലാസ്സിന് എന്ത് വിലയുടെ എങ്ങനെയുള്ളത്? അതാണ് ശത്രുവല്ലേ. പിന്നെ ജക്കയ്യ തെറാവി നിസ്കരിച്ചിരുന്ന ചങ്ങായി കാര്യം, ഈ അന്തംഗമ്യളായ കുറച്ച് മൂല്യന്മാർ പറഞ്ഞിരുന്നതിന് പാഞ്ഞിട്ട് എന്തിടം കിട്ടാൻ പോകും? ഒരിക്കലും അന്തം കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യന് വേണ്ടത് സുന്നത്തും തെറാവിയും ഒന്നല്ല. ഒരു മനുഷ്യന് വേണ്ടത് ഇസ്ലാമിയത്തിൻ്റെ ഒരു ശഖ്സിയത്താണ്, വ്യക്തിത്വമാണ്. ഓനെ കണ്ടാൽ ആരും പറയണം ഓൻ ആരാണ്, ഓൻ നല്ല മനുഷ്യനാണ്. ഞാൻ ഈ ഗുണം ദോഷം നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഹിന്ദുവായ മനുഷ്യൻ എഴുതിയ ഒരു കുറിപ്പ് എനിക്ക് അയച്ചു. ആ കുറിപ്പ് എന്നെ വളരെ ചിന്തിപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു കുറിപ്പ്, ഒരു ഹിന്ദുവായ മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പ്. എന്താ കുറിപ്പിലുള്ളത്? ഇസ്ലാമിൻ്റെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇസ്ലാം ഒരു മഹത്തായ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, എന്നെപ്പോലെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കുന്നത് പ്രേം നസീറിൻ്റെ സൽസ്വഭാവം കണ്ടും അബ്ദുൽ കലാമിൻ്റെ നീതി കണ്ടുമാണ്. അബ്ദുൽ കലാമില്ലേ, APJ ഇസ്ലാമിൻ്റെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കിയത് 2 മനുഷ്യരിലൂടെയാണ്. ഒന്ന് പ്രേം നസീറിൻ്റെ സൽസ്വഭാവം, ഒന്ന് APJ അബ്ദുൽ കലാമിൻ്റെ നീതിബോധം. എങ്ങനെയുണ്ട്? ഇത് നിങ്ങൾ പഠിക്കും. നിങ്ങൾ ഫത്വ കൊടുക്കുകയും നരകത്തിലാണോ? നരകത്തിൽ. ഞാൻ സ്വർഗത്തിലാക്കണില്ല, നരകത്തിലാക്കണില്ല. പക്ഷെ അങ്ങനെ ഒരു ഹിന്ദു സോഷ്യൽ മീഡിയയിൽ എഴുതിയെങ്കിൽ അള്ളാഹു ആ മനുഷ്യനെ വൃത്തിയാക്കൂല എന്ന് എൻ്റെ വിശ്വാസം. അവൻ ഗഫൂർ റഹീമാണ്. ആര്? അള്ളാഹു. തമാശയാണോ നമ്മളീ പറഞ്ഞ്? ഭയങ്കര ഇന്നാലിന്ന തിരിച്ചു കൊടുക്കാം. അതൊക്കെ ചെറിയ കാര്യമാണോ? ഞാൻ ഈ മനുഷ്യൻ ചെയ്ത നല്ലാന്ന് പറയല്ല, ഈ മനുഷ്യൻ ചെയ്ത മുഴുവൻ എന്തെന്നെയാണ് മോശം. മനസ്സിലായില്ല? പെണ്ണുങ്ങളെ ചുറ്റിപ്പിടിച്ച് അഭിനയിക്കല് തെറ്റല്ലേ? 100 വട്ടം തെറ്റാണ്. നീ
ഇനി കാസിമി അത് ശരിയാന്ന് പത്ത് കൊടുത്തൊന്നും അറിയണ്ട. 100 വട്ടം തെറ്റാണ്. പക്ഷെ ഒരു ഹൈന്ദവ സഹോദരൻ പറയാണ് എന്ത്? പ്രേം നസീറിൻ്റെ സൽസ്വഭാവവും APJ അബ്ദുൽ കലാമിൻ്റെ നീതിബോധവും കണ്ടപ്പോൾ ഇസ്ലാം ഒരു മഹത്തായ മതമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എങ്ങനെയുണ്ട്? ഇന്നാലിന്നാലിമുല്ലാമിൻ്റെ തലേക്ക് 2 മീറ്റർ ദുബറിലൂടെ വാലുണ്ട് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇസ്ലാം മഹത്തായതായി മനസ്സിലാക്കി. നല്ല ഇന്നാലിന്ന ആലിമുൽ അല്ലാമക്ക് ഇന്നാലിൻ്റെ മൂപ്പരത്തോട് കൂടി കുട്ടികൾ തൂർണീന് ഇങ്ങനെ വച്ചുകൊടുക്കാൻ പറ്റിയ ഒരു ഒല്ലിട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് ഇസ്ലാം മഹത്തായ മതമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്നുമല്ല എൻ്റെ ആലിമുല്ലല്ലാമൻ്റെ തോള് കൂടി ഇടുന്ന മുണ്ടോ അല്ലെങ്കിൽ ദുബർ കൂടി നീണ്ട ബാലോ കണ്ടിട്ടല്ല ഒരു ഹിന്ദു ഇസ്ലാമിനെ മൊത്തം മനസ്സിലാക്കിയത്. ഒരു മനുഷ്യൻ്റെ സൽസ്വഭാവം. എനിക്കത് അറിയൂല. ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, പ്രേം നസീറിനെ കുറിച്ച് ജനങ്ങൾ നല്ലതല്ലാത്തൊരു വാക്ക് പറയുന്നത് എൻ്റെ ആയുസ്യം കേട്ടിട്ടില്ല. നല്ലതല്ലാതെ പറയുന്നത് കേട്ടിട്ടില്ല. അതേസമയത്ത് അത് ചെയ്ത് മുഴുവൻ എന്തുവാണ്? ഇസ്ലാമിക ദൃഷ്ട്യാ ശരീഅത്തിന് വിരുദ്ധവുമാണ്. ബാക്കി അല്ല, എനിക്കറിയില്ല. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഞാൻ പ്രേം നസീർ കൈക്കോളി അങ്ങനല്ല, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടുന്ന് 2 വായിക്കി. ബാലകൃഷ്ണൻ പറയാണ് എന്ത്? എൻ്റെ കാര്യം പ്രശ്നമല്ല ആചാര്യ. അസീസ് നിങ്ങൾക്ക് അറിയാലോ, അസീസ് എന്തെങ്കിലും കൊടുക്കാതെ ഒപ്പിട്ട് വരില്ല. എങ്ങനെയുണ്ട്? യവർസീർ പറയും പ്രധാന ഓഫീസർ അസീസാണ്, ഒപ്പിട്ട് വരില്ല. നിങ്ങൾക്ക് അർഹതയുണ്ട്, എനിക്ക് കൈക്കൊല്ലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അർഹതയുള്ള ആളാണ്. ഇലക്ട്രിക് പോസ്റ്റർ മാറ്റിവെക്കലാണ്. എനിക്ക് അതിന് ഒപ്പിട്ട് തരാനും അർഹതയുണ്ട്, നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. പക്ഷെ അസീസ് തരൂല. അസീസിന് എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും പറ്റൂല. അങ്ങനുണ്ട്. ഒരു ഫർണിച്ചർ കടക്കാരൻ എന്നോട് പറഞ്ഞു, ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റ് ബാങ്കിലേക്ക് ഒരു ടീപ്പോയി വാങ്ങി. ഇതിൽ 20 കൊല്ലം മുമ്പാണ്. മറക്കൂല ഞാൻ ആ സംഭവം. അതിനെ വളരെ ചിന്തിപ്പിക്കുന്ന സംഭവം ഈ പറയണേ. ടീപ്പോയി വാങ്ങിയപ്പോൾ അന്ന് ടീപ്പോയി പറഞ്ഞ ചെറിയ മനസ്സിലായില്ലേ? ടീപ്പോയി വാങ്ങിയപ്പോൾ ഈ ഫർണിച്ചർ കടക്കാരനോട് ബാങ്കിൻ്റെ പ്രസിഡൻ്റായ മുസ്ലിം ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ അയാൾ ചോദിച്ചു എത്ര വില? 125. 25 രൂപ കൂട്ടിയിട്ടാണ് ബില്ലിൽ. അതായത് എത്ര കിട്ടും? 150 കിട്ടും. സാധനം കൊടുത്താൽ കേട്ടോ. അത് അപ്പം തന്നെ 25 വാങ്ങിയ ആൾ പോയി. ഈ 2 വ്യക്തി ഇപ്പോഴും മരിച്ചിട്ടില്ല. ഈ ഫർണിച്ചർ കടക്കാരും ഇപ്പോഴും. ഇന്നലെ രാവിലെ ഞാൻ ആ ഫർണിച്ചർ കടൻ്റെ മുന്നിലൂടെ രാവിലെ സുബൈക്ക് പോന്നപ്പോൾ അപ്പോൾ ഞാൻ ആ ഫർണിച്ചർ കടയ്ക്ക് ഒന്ന് നോക്കി. ഇത് നമ്മളെ ബാങ്ക് മാനേജർ ഫണ്ട് 25 റുപ്യ ടീപ്പോയി മേയർ വാങ്ങിയ കടയാണ്. എങ്ങനെയുണ്ട്? അതേ സമയത്ത് ഇപ്പോൾ പ്രൊഫസർ ഹുസൈൻ മാഷ് അവിടുന്ന് എന്ത് പറഞ്ഞു? പ്രേം നസീറിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു സിനിമ നഷ്ടത്തിലാണെങ്കിൽ താൻ വാങ്ങിയ പൈസ പ്രൊഡ്യൂസർക്ക് തിരിച്ചു കൊടുക്കും. അത് സൽസ്വഭാവമല്ലേ? ബാക്കി ഹിസാബുഹും അലല്ലാഹ്. എനിക്കറിയില്ല, എനിക്കറിയില്ല. APJ അവസാനമായി രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോരുക. അപ്പോൾ APJ അവിടുത്തെ വേലക്കാരെ വിളിച്ചിട്ട് എൻ്റെ പെട്ടി, രാഷ്ട്രപതി ഭവനിലെ വേലക്കാരെല്ലാവരും വിളിച്ചിട്ട് പെട്ടി ഒന്ന് തട്ടിക്കൊട്ടി പൊടിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എല്ലാം വൃത്തിയാക്കി ഇവർ തട്ടിക്കൊട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നു. അതങ്ങനെ തന്നെ കാറിലെടുത്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് പരിശോധിച്ചു എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ടുണ്ട്, കാറിൻ്റെ ബാക്കിലെടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, അല്ല സർ, എന്തിനാണ് എന്നെ അങ്ങനെ തട്ടിക്കൊട്ടി അത് ഒരു കാലിയായ പെട്ടി എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ രാഷ്ട്രപതി ഭവനിലെ ഒരു പൊടി പോലും ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയിട്ടില്ല എന്ന് നിങ്ങളെ സാക്ഷിയാക്കാൻ വേണ്ടിയാണ്. എങ്ങനെയുണ്ട്? ഇനി എന്താ വേണ്ടത്?
എന്താ അയാൾ തറാവിസ്കരിക്കണോ? എനിക്ക് കള്ള ജി തറാവിസ്കരിക്കണ ജി കള്ളനല്ലേങ്ങായി. കള്ളന്മാർക്ക് തറാവിസ്കരിക്കണവനെല്ലാം കടന്നുറങ്ങുവാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങളെല്ലാം കൂടി വിചാരിച്ചാൽ എനിക്ക് രോമത്തിന് വരല്ലേ. നിങ്ങൾ വിചാരിച്ചാൽ അല്ലടാ ദീനാണ് അള്ളാഹിൻ്റെ വലുപ്പത്തിലും നിന്റെ നീതിയിലൂടെയും നിന്റെ സൽസ്വഭാവത്തിലൂടെയും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് രാഷ്ട്രപതി ഭവനിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റിൻ്റെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരാളെ APJ പ്രസിഡൻ്റായപ്പോൾ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അയാൾ കരയാണ്, എന്ത് ജോലി പോയല്ലോ എന്ന്. അപ്പോൾ എന്ത് പറഞ്ഞു? എന്നെ പിരിച്ചുവിടല്ല, തസ്തിക മാറ്റിത്തരിക. കാരണം ഞാൻ പ്രസിഡൻ്റ് ആവുന്ന കാലത്തോളം ഷൂ പോളിഷ് ചെയ്യാൻ ഒരാളുടെ ആവശ്യമില്ല. എൻ്റെ ഷൂ ഒരാൾ പോളിഷ് ചെയ്തത് അതിൻ്റെ ഉത്തരവാദിത്തം. എങ്ങനെയുണ്ട്? എൻ്റെ 25,000 ആലിമുല്ലെല്ലാം കൂട്ടിയാൽ ഈ ഒരു ഈ ഒരു സൗന്ദര്യ ഇസ്ലാമിന് കൊടുക്കുമോ? കഴിയോ? അങ്ങനെ പണ്ട് മൂല്യന്മാരുണ്ടായിരുന്നില്ല എന്നല്ല, പള്ളിയിലുള്ള കിതാബും കൂടി മുദരിസ് പോയപ്പോൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ പേരിൽ കേസ് കൂടിയ സംഭവം എനിക്കറിയാം. പള്ളി കമ്മിറ്റി മൂല്യം നമ്മൾ കേസ് കൂടി. അതായത് മൂപ്പര കിതാബിൻ്റെ പുറമെ മൂപ്പര എന്തും കൊണ്ടേ മൂപ്പരാണ് എന്ത് പറയണത്? തഖ്വക്ക് നല്ലത് ഏറ്റവും എന്താണ്? നീതി കാണിക്കൂ. അപ്പോൾ ഇത് നിങ്ങളെപ്പോലത്തെ ജാഹിലുകളൊക്കെ കൂടി അല്ലാഹു അക്ബർ പോയി പണിയെ കൂടെ അങ്ങക്കൊക്കെ ഈ ആലിമുല്ലല്ലാമേ ആ ജാഹിലുകൾ ഇവിടെ എന്ത് ദീനിന് എന്താ ഉണ്ടാക്കിയത്? പുതിയ കാലത്ത് പണ്ട് നല്ലവരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നല്ലവരില്ലാന്നും വാദമില്ല. പക്ഷേ സമൂഹം ഇപ്പോൾ പഠിക്കുന്നത് പ്രേം നസീറിൽ നിന്നാണ്. സമൂഹം നന്മ പഠിക്കുന്നത് പ്രേം നസീറിൽ നിന്നും APJ എന്നും മമ്മൂട്ടി എന്നൊക്കെ ആണെങ്കിൽ പിന്നെ എൻ്റെ തലയെക്കെട്ടിന് എന്ത് വിലയാണ്? അതന്നെ. അത് അങ്ങനെ ഉള്ളവരുണ്ടായിട്ടില്ല എന്നല്ല. ഒരു വലിയ വീട്ടിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബിനെ കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് മുഹമ്മദ് അലി ഷിഹാബ്. ഹൃദയം നിറയെ നന്മയുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ തിരിച്ചു വരിക കാറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഒരു അയൽവാസിയായ സാധുവായ മനുഷ്യൻ എൻ്റെ വീട്ടിൽ കയറി ചോദിച്ചു. അപ്പോൾ കയറി അപ്പോൾ അയാൾ 2 പൊറാട്ടയും കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്ലേറ്റ്, അതിൽ സാക്ഷിയായ മനുഷ്യൻ എന്നോട് ഒരു പട്ടോട്ടം പറഞ്ഞ സംഭവം. ഒരു പ്ലേറ്റ്, ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റീൽ പ്ലേറ്റ്. ആ സ്റ്റീൽ പ്ലേറ്റിൽ ഈ പൊറാട്ട ഇട്ട് കറിയും കൊണ്ടുവന്ന് തങ്ങളെ മുന്നിൽ വെച്ച് ഒരു മുഴിഞ്ഞ കസേര തങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് വരുന്ന മനുഷ്യൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. എന്താ സത്യം? എന്താണ് നീതി? എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ല. എന്താണ് അസൽ സ്വഭാവം? അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്ന മനുഷ്യൻ ഈ പൊറാട്ടയിൽ നിന്നു അതെന്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ചോദിച്ചു. എന്തേ പറഞ്ഞു? അയാൾ ഞാൻ കയറുകയാണെങ്കിൽ തരാൻ ആറ്റുനോറ്റ് കൊണ്ടുവന്നതാ, അത് ഞാൻ തിന്നിട്ടില്ലെങ്കിൽ അയാൾക്കൊരു വിഷമാവും. അതാണ് ഈ ഉമ്മത്തിൻ്റെ ചക്രവർത്തിയായി മരിച്ചുപോയ മനുഷ്യൻ. ആ മുഹമ്മദ് അലി ഷിഹാബ് നിസ്കരിച്ചാൽ എന്ത്, നിസ്കരിച്ചില്ലെങ്കിൽ മുഹമ്മദ് അലി ഷിഹാബ് നല്ല മനുഷ്യനാണ്, നിസ്കാരക്കാരനൊക്കെ തന്നെയാണ്. ഈ വ്യക്തി ഇസ്ലാമിൻ്റെ യശസ്സ് ഉയർത്തിയല്ലേ പറ. ഈ വ്യക്തി പ്രേമിച്ചത് മുതലാളിയല്ല, ആരെയാണ്? സാധുക്കളെയാണ്. ഹബ്ബുൽ മസാക്കീനാണ്. അത് ഹബ്ബുൽ മസാക്കീന. അതല്ല ദീന്. ഇതിനല്ല ദീന് അറിയാം. അതാണല്ലോ ദീന്. ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. ആരെ ഭക്ഷണം കഴിക്കണം? ഉന്നതനായ വ്യക്തി. അപ്പം ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തിന് അതിലുണ്ടാവില്ല. അയാളും അയാളെ കുടുംബവും പിന്നീടുള്ള ഗുണം ഖിയാമത്ത് വരെയുള്ള തലമുറ അത് പറയും. എന്ത്? ഇവിടെ വന്ന് പൊറാട്ടയും കറിയും തിന്ന ആളാണ് ആര്? ശിഹാബങ്ങൾ.
ഈ വ്യക്തിയൊക്കെ മരിച്ചിട്ട് ഇപ്പോൾ ആ കുടുംബം പറയുന്നുണ്ടാവും. ആ കുടുംബത്തിൻ്റെ അഭിമാനം.